തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, സമുദായം അനുഭവിക്കുന്ന അവഗണനകൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ നയങ്ങൾ രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ജനറൽ അസംബ്ലി ഇന്നു മുതൽ 12 വരെ നെയ്യാറ്റിൻകരയിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുഴുവൻ ലത്തീൻ രൂപതകളിലെയും മെത്രാൻമാർ നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ ജനുവരി 10 യോഗം ചേരും. ജനുവരി 11 രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്യും. KRLCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ജൂബിലിയുടെ ചൈതന്യത്തിൽ കേരള ലത്തീൻ സഭയുടെ നവീകരണവും മുന്നേറ്റവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഷെവലിയാർ സിറിൽ ജോൺ നയിക്കും. നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ, സെക്രട്ടറി മെറ്റിൽഡ മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിക്കും. തുടർന്നുള്ള സെഷനുകളിൽ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാരിന്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകളെ വിലയിരുത്തി വിവിധ കമ്മീഷനുകളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. 12 രൂപതകളിൽ നിന്നുള്ള 20 ലക്ഷത്തോളം വിശ്വാസികളുടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് 2020 നെയ്യാറ്റിൻകര രൂപത KRLCC ജനറൽ അസംബ്ലിക്ക് ആതിഥേയത്വം നൽകിയിട്ടുണ്ട്. സാൻജോ ന്യൂസ്, നെയ്യാറ്റിൻകര രൂപത.